അരവിന്ദ് വരാന്ന് പറഞ്ഞാണ്. അച്ഛാ, വന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി. സാരമില്ല, മോനകത്തോട്ട് വാ. അച്ഛനോട് ഒറ്റക്ക് എൻ്റെ കൂടെ നഗരത്തിലേക്ക് വന്നൂടെ? ഇതാണ് എൻ്റെ ലോകം. ഈ പറമ്പും പക്ഷികളുടെ ശബ്ദവും. അവിടെ മൊത്തം കോൺക്രീറ്റ് കാഴ്ചകളല്ലേ. കാഴ്ചകൾ മാത്രമല്ല, നല്ല സൗകര്യങ്ങളും ഉണ്ട്. സൗകര്യങ്ങൾ. മാഷേ, മാഷേ കുറച്ച് കപ്പ അമ്മ ഉണ്ടാക്കിയതാ. നീ കയറി വാ മോളെ, ഇവനിപ്പോൾ എത്തിയതേ ഉള്ളൂ. ദേ വന്ന് കയറിയോടനെ ഇനി എവിടെയും പോവാൻ നിൽക്കണ്ട. മാഷിനിപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇന്ന മാഷേ. ഉം. അവളുള്ളത് വലിയ ആശ്വാസം. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ മോനെ. നഗരത്തിൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. നല്ല ബിസിനസ്സാണ്. ഇനി ഇടയ്ക്കിടയ്ക്കുള്ള വരവ് ബുദ്ധിമുട്ടാവും. നിന്റെ തിരക്കുകളെക്കുറിച്ച് എനിക്കറിയാം. നീ ഇടയ്ക്കെന്നെ ഓർമ്മിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനല്ല അച്ഛാ, ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ച ബ്രോക്കർ വരും. നമുക്ക് ഈ വീട് വെക്കാം. അച്ഛനെൻ്റെ കൂടെ വന്ന് താമസിക്കാമല്ലോ. വീട് വെക്കാനോ മോനെ? ഈ വീട് നിന്റെ അമ്മയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നൊരിടമാണ്. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. അച്ഛനോട് ഒറ്റക്ക് എനിക്കെപ്പോഴും ടെൻഷനാണ്. എൻ്റെ ഓർമ്മകളാണ് മോനെ ഇത്. എന്നെ തനിച്ചാക്കരുത്. ഈ വീടിനെ തനിച്ചാക്കരുത്. ശരി, നമുക്ക് നാളെ സംസാരിക്കാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ മഹലിലെ മുക്കത്തെ 11-ാം വാർഡിലെ താമസക്കാരിയും സലാം ഹാജിയുടെ ഭാര്യയുമായ ആദരണീയയായ ആയിഷുമ്മ 65 വയസ്സ് ഈ ലോകത്തോട് വിട പറഞ്ഞ വിവരം വ്യസനസമേതം അറിയിക്കുന്നു. പരാതിയുടെ ഖബറടക്കം ഇൻഷാ അല്ലാഹ് നാളെ ഞായറാഴ്ച രാവിലെ 9 മണിക്ക് മുക്കം ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടക്കുന്നതായിരിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
അച്ഛൻ അങ്ങോട്ട് രാവിലെ? സലാമാജിൻ്റെ വീട് വരെ. മോന് വണ്ടി പോയിരുന്നല്ലോ. വേണ്ട, അച്ഛൻ്റെ കൂടെ നടക്കാം. അച്ഛനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഉം. മോനി സ്ഥലം ഓർമ്മയുണ്ടോ? വീട് ഒളിച്ചതിന് അച്ഛനെന്നെ തല്ലിയത്, പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നത്. അന്നൊക്കെ അച്ഛന് എനിക്ക് വേണ്ടി ഒരുപാട് സമയമുണ്ടായിരുന്നു. സമയം ഉണ്ടാക്കുകയായിരുന്നു. നിനക്ക് വേണ്ടിയുള്ളതായിരുന്നു അച്ഛൻ്റെ ഓരോ നിമിഷവും. നിന്നെപ്പോലെ തന്നെ അച്ഛന് നമ്മുടെ വീടിനോടും ഈ കാഴ്ചകളോടും ഒരടുപ്പമുണ്ട്. ഈ മണ്ണിനോടും ഇവിടുത്തെ മനുഷ്യരോടുമുള്ള ബന്ധം. എൻ്റെ ഓർമ്മകളാണ് മോനെ ഈ വഴിയോര കാഴ്ചകൾ. ഞാൻ പോയാലും നീ ഈ കാഴ്ചകൾ ഓർക്കണം, മറക്കരുത്. സോറി അച്ഛ, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. അച്ഛന് സമാധാനം കിട്ടുന്നിടത്ത് അച്ഛൻ ഇരിക്കണം. ഇനി ഞാൻ അച്ഛനെ നിർബന്ധിക്കൂല, വീട് വെക്കാൻ പറയൂല. എനിക്ക് വേണ്ടി നീ ഇവിടെ നിൽക്കണമെന്നില്ല. നീ നിൻ്റെ കാര്യം നോക്ക്. പക്ഷേ ഇടക്കൊന്ന് നീ വന്ന് ഈ അച്ഛൻ്റെ കൂടെ നിൽക്കണം. ഈ വഴിയോര കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോകണം. നിനക്ക് വേണ്ടി ജീവിക്കുന്ന അച്ഛന് അതൊരു വലിയ സന്തോഷമാണ്. അച്ഛാ, പോയിട്ട് വരാം. ശരി മോനെ, നമുക്കിനിയും ഒരുപാട് കാഴ്ചകൾ കാണാനും പറയാനുമുണ്ട്. ശരി. മാഷേ, ഓരോ വീടിനും ഓരോ കഥ പറയാനുണ്ടാകും. ഇഷ്ടപ്പെട്ടവരുടെയും പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയവരുടെയും ഓർമ്മകളിൽ തട്ടിത്തടഞ്ഞ് ജീവിക്കുന്നവരുടെയും കഥകൾ. വേരുകൾ പിഴുതെടുത്ത് ഫ്ളാറ്റുകളിലേക്ക് മാറുമ്പോൾ പലരും മറക്കുന്നത് ആ പഴയ വീടിനെയും ആ മണ്ണിലെ സ്നേഹത്തെയുമാണ്. ആ 60കാരൻ ഇപ്പോഴും അവിടെയുണ്ട്. മാഞ്ഞു പോകുന്ന പകലുകളെയും നോക്കി തൻ്റെ പ്രിയപ്പെട്ടവർക്കായി കാത്തിരിക്കുന്നു.